കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അമീൻസിൻ്റെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കുമ്പോൾ ഈ അമീൻസ് റിയാക്റ്റീവ് ആണോ? അമീൻസ് ആർ റിയാക്റ്റീവ്. എന്തുകൊണ്ടാണ് അമീൻസ് റിയാക്റ്റീവ് ആയിരിക്കുന്നത്? ദിസ് ഈസ് ജനറലി ഡ്യൂ ടു 2 reasons. ഫസ്റ്റ് വൺ, ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആറ്റം. സെക്കൻഡ് വൺ, ദ പ്രസൻസ് ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺസ് ഓവർ നൈട്രജൻ ആറ്റം. അതായത് നൈട്രജൻ ആറ്റത്തിലുള്ള അൺഷെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണ് അമീൻസ് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കുന്നത്. ഇത് മാത്രവുമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമീൻസ് റിയാക്റ്റീവ് ആയിരിക്കുന്നത് അതിലുള്ള നൈട്രജനും ഹൈഡ്രജൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റിയുള്ള ഡിഫറൻസ് മൂലമാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ അമീൻസ് ആർ ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ ഹൈലി റിയാക്റ്റീവ്. ഇവയുടെ റിയാക്ടിവിറ്റിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഓരോ അമീൻസിലുമുള്ള നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രൈമറി അമീൻസിലാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം, NH2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 2 ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക. സെക്കൻഡറി അമീൻസിലാണെങ്കിൽ NH ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, അതിനാൽ അതിൽ 1 ഹൈഡ്രജൻ ആറ്റമാണ് ഉള്ളത് അല്ലേ. എന്നാൽ ടേർഷ്യറി അമീൻസിലേക്ക് വരുമ്പോഴോ അതിൽ ഹൈഡ്രജൻ ആറ്റംസ് ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടേർഷ്യറി അമീൻ എന്നിവയുടെ കെമിക്കൽ റിയാക്ഷൻസ് പലപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. മറ്റൊരു കാര്യം പ്രത്യേകം ഓർക്കണം, അമീൻസിൽ അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ ഉള്ളതുകൊണ്ട് തന്നെ അമീൻസ് സാധാരണയായിട്ട് ന്യൂക്ലിയോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അമീൻസ് ബിഹേവ് ആസ് ന്യൂക്ലിയോഫൈൽസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അമീൻസിൻ്റെ ചില പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയിട്ട് പഠിക്കാം.